എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമസ്കാരം. റോമേഷോയുടെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മഹീന്ദ്ര XUV700ന്റെ ഒരു പുതിയ എഡിഷൻ പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. ബ്ലേസ് എഡിഷൻ എന്നാണ് പറയുന്നത്. ഇതിനൊരു ബ്ലേസ് റെഡ് കളറാണ്. അപ്പോൾ കളറിലുള്ള എസ്തറ്റിക്കലായിട്ടുള്ള ചേഞ്ചസ് മാത്രമേ ഉള്ളൂ. എങ്കിൽ പോലും വണ്ടിയുടെ ആ ഒരു കളർ കാണാൻ വളരെ ഭംഗിയുണ്ട്. ഒരു റെഡ് കളറാണ് എന്ന് ഇവർ പറയുമെങ്കിലും നമ്മുടെ കാഴ്ചയിൽ ഇതൊരു കോപ്പർ കളറൊക്കെ ആയിട്ടാണ് വരുന്നത്, അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് കളറിലാണ് വരുന്നത്. അതൊരു മാറ്റ് ഫിനിഷാണ് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സാധാരണ നമ്മൾ കാണുന്ന ഒരു ഗ്ലോസി ഫിനിഷ് അല്ലാതെ മാറ്റ് ഫിനിഷിൽ ഇത് വരുമ്പോൾ നമുക്കൊരു വെറൈറ്റി ഒരു ഫീലിംഗ് ആണ് കിട്ടുന്നത്. മീൻസ് റോഡിൽ കൂടെ വരുമ്പോൾ ആൾക്കാരൊക്കെ ഒന്ന് നോക്കും ഇത് ഏതാണ് ഇവൻ എന്നുള്ള രീതിയിൽ നോക്കാനുള്ളൊരു ചാൻസസ് കൂടുതലാണ്. ഈ ലിമിറ്റഡ് എഡിഷൻ നമുക്ക് കിട്ടുന്നത് ഏറ്റവും ടോപ്പ് എൻഡ് വേരിയൻറ്റിലാണ് നമുക്ക് വരുന്നത്. AX7 ലക്ഷറിയിലാണ് വരുന്നത്. അപ്പം അതിൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ നമുക്ക് പെട്രോളിലും ഡീസലിലും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ നമുക്ക് മാനുവലിലും ഓട്ടോമാറ്റിക്കിലും ഈ കളേഴ്സിൽ അവൈലബിൾ ആണ്. കാരണം പെട്രോളിനകത്ത് ഓട്ടോമാറ്റിക്കാണ് വരുന്നത്. ഡീസലിലേക്ക് വരുന്ന സമയത്ത് മാനുവലും ഓട്ടോമാറ്റിക്കും ഉണ്ട്. രണ്ട് ഓപ്ഷൻസിലും നമുക്ക് ഇങ്ങനെ ഈ ഒരു വാഹനം ഈ കളറിൽ ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ ഈ ഒരു എഡിഷനിൽ ലഭിക്കുന്നതാണ്. ഇതൊരു ലിമിറ്റഡ് എഡിഷനാണ്. 2500 വാഹനങ്ങൾ മാത്രമേ മഹീന്ദ്ര ഇറക്കുന്നുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പം നിലവിൽ സ്റ്റോക്ക് ഉണ്ട്. ട്രിവാൻഡ്രത്ത് നമ്മുടെ വഴയിലുള്ള SS മഹീന്ദ്ര അവിടെ വന്നു കഴിഞ്ഞാൽ ഓൾറെഡി ഈ വാഹനം നമുക്ക് കാണാനും ഒക്കെ പറ്റും. ആ കളർ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് എസ്തറ്റിക്കലി മാത്രമേ വന്നിട്ടുള്ളൂ, പക്ഷേ എന്തൊക്കെ എസ്തറ്റിക്കലി ചേഞ്ചസ് വന്നിട്ടുണ്ടെന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസസ് നോക്കാം. നമുക്ക് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് 24,24,000 മുതലാണ് വരുന്നത്. അപ്പം പറയുകയാണെങ്കിൽ 20,000 രൂപയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. നിലവിലുള്ള ടോപ്പ് ആൻഡ് ട്രിംസിൻ്റെ ഒരു ഇത് വരുമ്പോൾ ഈ ഷെയ്ഡ് വരുമ്പോൾ ഉള്ള വ്യത്യാസമുള്ളൂ. പക്ഷേ ആ 20,000 രൂപയ്ക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഒന്ന്, ഇതൊരു ഡ്യുവൽ ടോൺ ആയിട്ട് വരുന്ന കളറാണ്. പ്രത്യേകിച്ച് ബ്ലേസ് റെഡ് എന്ന് പറഞ്ഞ കളർ ഇവിടെ വരുമ്പോൾ, അതുപോലെ തന്നെ നാപ്പോളി ബ്ലാക്ക് ആണ് ടോപ്പിലേക്ക് വരുന്നത്. പെട്ടെന്ന് നമുക്കത് ഐഡൻറ്റിഫയബിൾ അല്ല. മീൻസ് ഈ ഒരു മുറിക്കകത്ത് കിടക്കുന്നതുകൊണ്ടായിരിക്കും. ഒരു പക്ഷേ പുറത്തേക്ക് ഇറക്കുന്ന സമയത്ത് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് നമുക്കത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. പിന്നെ പ്രധാനമായിട്ടുള്ള മാറ്റങ്ങൾ വന്നത് പിന്നെ ഇതിൻ്റെ ഗ്രില്ലാണ്. കാരണം നമുക്കറിയാം XUV700യുടെ ഗ്രിൽസിലേക്ക് വരുന്ന സമയത്ത് കുറേ സിൽവർ ഫിനിഷുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇത് പ്യുവർ ബ്ലാക്കിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതും ഒരു നാപ്പോളി ഫിനിഷും അതുപോലെ പിയാനോ ബ്ലാക്ക് ഫിനിഷിന് വരുന്ന, അല്ലെങ്കിൽ സാറ്റൻ കളേഴ്സിൽ വരുന്ന ഒരു ഫ്രണ്ട് ഭാഗമാണ് വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്കിഡ് പ്ലേറ്റുകളും നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ സൈഡിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് നോക്കാം എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നോക്കാം. പ്രധാനമായിട്ട് അലോയ് വീൽസ് എടുത്തു കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ആയിട്ട് വരുന്ന അലോയ് വീൽസ് ആണ് നമുക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നത്. സാധാരണ മറ്റുള്ള എല്ലാ ട്രിംസിലും ഇല്ല. ബ്ലാക്ക് എഡിഷനിൽ മാത്രമേ നമുക്ക് ഈ ബ്ലാക്ക് അലോയ്സ് വരുന്നുള്ളൂ. പക്ഷേ ഈ ഒരു വാഹനത്തിനകത്തേക്ക് വന്ന സമയത്തും ബ്ലാക്ക് അലോയ്സ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ORVM നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും നമുക്ക് ബ്ലാക്ക് ആയിട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ ഈ മെയിൻ ആയിട്ടുള്ള ബ്ലേസ് എന്ന് അവർ ഉദ്ദേശിക്കുന്ന ആ വേരിയൻ്റ് അല്ലെങ്കിൽ ആ എഡിഷൻ്റെ ആ ഒരു സ്റ്റിക്കറിംഗ് വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. മനോഹരമായിട്ടുള്ള സ്റ്റിക്കറിംഗ് ആണ്. എന്തോ ഒരു അഗ്നിപർവ്വതമൊക്കെ ആണെന്ന് തോന്നുന്നു. ആ രീതിയിലുള്ള ഒരു സ്റ്റിക്കറിങ് കാര്യങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി സൈഡിലേക്ക് ഒന്ന് പോകാം. വാഹനം വളരെ അട്രാക്റ്റീവ് ആണ്. ഇതിൻ്റെ സൈഡിലും ഒരുമാതിരി ഒരു ഈ പറയുകയാണെങ്കിൽ അതിൻ്റെ ഒരു കളർ ഒരു കോമ്പിനേഷൻ പറയുന്നത് ഈ ബ്ലേസ് റെഡ് എന്ന് പറയുന്നത് എങ്ങനെ പറയുന്നത് ഒരു ചോക്ലേറ്റി കളറാണ്. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനത്തെ ഒരു കളർ, ഇങ്ങനെ ഒരു തുരുമ്പിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കളറാണ് ഇതിനകത്ത് വരുന്നത്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് വേറെ വ്യത്യാസങ്ങളൊന്നും ഇല്ല. നിങ്ങൾ എന്നാലും അതിൻ്റെ ഒരു ബാക്കിൽ നിന്നുള്ള ഈ കളറിൻ്റെ ഒരു ഫീൽ കാണാൻ വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്. ഓക്കെ, AX7L ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി അകത്തേക്കൊന്ന് പോകാം. അകത്തേക്ക് വരുന്ന സമയത്ത് ഗംഭീര മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇൻറ്റീരിയർ ഒരു ഡ്യുവൽ ടോൺ ആയിട്ടാണ് വരുന്നത്. പലർക്കും ഒരു ഇഷ്ടപ്പെടാഴിക ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിൽ ഫുൾ ബ്ലാക്ക് തീമിലാണ് ഇൻറ്റീരിയേഴ്സ് വന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് അറിയാം, നമുക്ക് ഈ GT ലൈൻ ആണെങ്കിലും അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പെഷ്യൽ എഡിഷൻസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ട്രിംസിലൊക്കെ കുറേ വ്യത്യാസങ്ങളുണ്ട്. എടുത്ത് വരേണ്ട കാര്യം, സീറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാക്ക് ലെതറേറ്റായിട്ട് വരുന്ന സീറ്റുകളാണെങ്കിൽ പോലും റെഡ് സ്റ്റിച്ചിങ്ങുകളാണ്. അതാണ് അതിൻ്റെ നമ്മളൊരു പെർഫോമൻസ് വാഹനങ്ങളാണ് പൊതുവേ നമ്മളിങ്ങനെ കാണുന്നത്. അപ്പോൾ റെഡ് സ്റ്റിച്ചിങ് നമുക്ക് അവിടെ കാണാം. അതുപോലെ സീറ്റ്സിനകത്ത് പെർഫോറേറ്റഡ് ആയിട്ടൊരു സീറ്റ്സ് ആണ്. അപ്പം അതും ഏകദേശം ഒരു റെഡിഷ് കളറിലാണ് വരുന്നത്. അതിനുശേഷം നമ്മൾ AC വെൻറ്റിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ AC വെൻസിലൊക്കെ ആ റെഡ് ട്രിം നമുക്കിവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അതുപോലെ സ്റ്റിയറിങ്ങിലേക്ക് വരുവാണെങ്കിൽ സ്റ്റിയറിങ്ങിൻ്റെ ലെതർ റാപ്ഡ് ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്. അതിനകത്ത് ആ റെഡ് സ്റ്റിച്ചസും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ സെൻട്രൽ കൺസോളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എല്ലാ റെഡ് എലമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പം ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ പ്രകടമായിട്ടുള്ള എസ്തെറ്റിക്കായിട്ട് വന്നിരിക്കുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത റോയിലേക്ക് നമുക്ക് നോക്കാം. വലിയ മാറ്റങ്ങളൊന്നുമില്ല, ജസ്റ്റ് നിങ്ങളെ ഒരു വീഡിയോയുടെ ഭാഗമായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ. ഇവിടെ എല്ലാം കണ്ടത്, എല്ലാ സീറ്റ്സ് എല്ലാം ആ സ്റ്റിച്ചിങ് എല്ലാം റെഡാണ് എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അപ്പം എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വാഹനം എന്ന് പറയുന്നത് ഒരു ലിമിറ്റഡ് എഡിഷനായിട്ട് വരുന്നൊരു വാഹനമാണ്. ലിമിറ്റഡ് എഡിഷൻ എന്ന് പറയുമ്പം അത് വളരെ നമ്പേഴ്സ് ലെസ് ആണ്. ഓൾ ഇന്ത്യ ലെവലിൽ 2500 വാഹനങ്ങളെ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇതൊരു യുണീക്ക് ആയിരിക്കും. നമ്മുടെ കേരളത്തിലൊക്കെ വളരെ കുറച്ച് നമ്പേഴ്സ് ആയിരിക്കും കിട്ടുന്നത്. അപ്പം ഇത്തരത്തിലൊരു കളറുള്ള ഒരു വാഹനം, ഈ ഒരു 20,000 രൂപയ്ക്ക് ഇത്രയും ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇത്രയും കളർ വ്യത്യാസമുള്ള ഒരു വാഹനം വാങ്ങിയാൽ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതാണ് അതിന് പറ്റിയ ഏറ്റവും ബെസ്റ്റ് സമയം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നേരെ നമ്മുടെ തിരുവനന്തപുരത്തുള്ള SS മഹീന്ദ്ര അല്ലെങ്കിൽ വഴയിലുള്ള SS മഹീന്ദ്രയിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ ഈ വാഹനങ്ങൾ
വാഹനങ്ങൾ ഇപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാഹനം ഉടനെ തന്നെ ഡെലിവറി കിട്ടുന്നതാണ്. അപ്പോൾ ഈ കളറിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശം താഴെ ഒന്ന് നോട്ട് ചെയ്തേക്കണം. അതുപോലെ നമ്മുടെ പേജ് അല്ലെങ്കിൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതുപോലെ ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് എല്ലാം ഒന്ന് ഫോളോ ചെയ്തേക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. സോ ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബിൻ ഷോ.